Hi everyone, I am Jubin Xavier, IELTS trainer of BMAX Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS മോഡ്യൂൾസിലെ റൈറ്റിംഗ് ടാസ്ക് ജനറൽ കാറ്റഗറിക്ക് വേണ്ടിയുള്ള റൈറ്റിംഗ് ടാസ്ക് 1, അതായത് ലെറ്റർ റൈറ്റിംഗ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം, അക്കാഡമിക് എക്സാം എഴുതുന്നവർക്ക് ടാസ്ക് 1 റിപ്പോർട്ട് റൈറ്റിംഗ് ആണെങ്കിൽ, ജനറൽ എക്സാം എഴുതുന്നവർക്ക് ടാസ്ക് 1 എന്ന് പറയുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ടോട്ടൽ 60 മിനിറ്റ്, അതായത് 1 hour ആണ് റൈറ്റിംഗ് മോഡ്യൂൾസിന് നമുക്ക് തരുന്ന ടൈം ലിമിറ്റ്. ഈ 60 മിനിറ്റ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, 40 മിനിറ്റ് ടാസ്ക് 2-നാണെങ്കിൽ ബാക്കി 20 മിനിറ്റോളം ടാസ്ക് 1-നായിരിക്കും. സോ ജനറൽ എക്സാം എഴുതുന്നവർക്ക് ടാസ്ക് 1 ലെറ്റർ റൈറ്റിംഗ് ആണ്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അതിനെക്കുറിച്ചുള്ളൊരു ഓവർവ്യൂ നമുക്ക് കേൾക്കാം. റൈറ്റിംഗ് ടാസ്ക് 1 ഓഫ് ദ IELTS ജനറൽ എക്സാം ഈസ് ഡിസൈൻ ടു ടെസ്റ്റ് യുവർ എബിലിറ്റി ടു റൈറ്റ് എ ലെറ്റർ. അതായത് ഓൾമോസ്റ്റ് 150 മുതൽ 180 വരെ, അതായത് 150 to 180 ആണ് ടാസ്ക് 1-ന് നമ്മളോട് അവർ ആവശ്യപ്പെടുന്ന വേർഡ് ലിമിറ്റ്. അതായത് നമ്മൾ എഴുതുന്ന വേർഡ്സ് 150 മുതൽ 180 വേർഡ്സിന് ഉള്ളിൽ നിർത്തിൽ കൊണ്ട് 20 മിനിറ്റിനുള്ളിൽ ഒരു ഏറ്റവും മനോഹരമായ ലെറ്റർ. സോ നമുക്കറിയാം, എന്താണ് നോർമൽ ലെറ്ററിനെയും IELTS ജനറൽ എക്സാം എഴുതുമ്പോൾ റൈറ്റിംഗ് ടാസ്ക് 1-ലെ ലെറ്ററിനെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, ഹെൽപ്പ് എന്നുള്ള വാക്ക് നമ്മൾ ജനറൽ IELTS റൈറ്റിംഗ് എക്സാമിൽ എഴുതുമ്പോൾ നമ്മളത് അസിസ്റ്റൻസ് എന്ന് പറയണം. അതാണ് ആ വേർഡിലുള്ള ഒരു അപ്ഡേഷൻ. അതായത് എപ്പോഴും ഏറ്റവും നല്ല സിനോണിം, ഏറ്റവും അപ്ഡേറ്റഡ് ആൻഡ് അപ്ഗ്രേഡഡ് സിനോണിം യൂസ് ചെയ്യുന്നതായിരിക്കും ജനറൽ റൈറ്റിംഗ് ടാസ്ക് 1 ലെറ്റർ റൈറ്റിങ്ങിൽ നമുക്ക് നല്ല ബാൻഡ് സ്കോർ വാങ്ങാനുള്ള ഒരു വഴി. സോ യു മസ്റ്റ് പ്രസൻറ്റ് ദ ഇൻഫർമേഷൻ ഇൻ യുവർ ഓൺ വേർഡ്സ് ആസ് കംപ്ലീറ്റ് സെൻറ്റൻസസ് വിതിൻ പാരഗ്രാഫ് യൂസിങ് എ ലെറ്റർ ഫോമാറ്റ്. അതായത് അവർ തന്നിരിക്കുന്ന ചോദ്യവും ആ ചോദ്യത്തിനോട് അനുബന്ധിച്ചുള്ള 3 പ്രോംപ്റ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോദ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലെറ്ററിൽ നമ്മൾ പാരഗ്രാഫ് വൈസ് ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. അതിനെയാണ് പ്രോംപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ലെറ്റർ എഴുതുമ്പോൾ ഈ 3 പ്രോംപ്റ്റുകളും കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. You are required to write over 150 words and the task should be completed in about 20 minutes. As I told you earlier, ഞാൻ പറഞ്ഞായിരുന്നു 150 മുതൽ 180 വേർഡ്സ് ആണ് നമ്മുടെ ടാസ്ക് 1 ലെറ്റർ റൈറ്റിങ്ങിൻ്റെ വേർഡ് ലിമിറ്റ്, അതും 20 മിനിറ്റിനുള്ളിൽ. സോ ലെറ്റർ പ്ലാനിങ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ജനറൽ IELTS എക്സാം എഴുതുന്നവർക്ക് സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതലുള്ള സംശയമാണ്, എങ്ങനെയാണ് എൻ്റെ ബാൻഡ് സ്കോർ നിർണ്ണയിക്കപ്പെടുന്നത്, ഹൗ ദേ ആർ കാൽക്കുലേറ്റിംഗ്, ഹൗ ദേ ആർ ഫൈൻഡിങ് ഔട്ട് മൈ ഫൈനൽ ബാൻഡ് സ്കോർ. സോ അതിനൊരു എക്സ്പ്ലനേഷൻ കൂടെ തന്നിട്ട് നമുക്ക് തുടങ്ങാം. അതായത് നമ്മൾ നന്നായി ഇംഗ്ലീഷ് എഴുതാൻ അറിയാവുന്നവരാണ് പോലും, റൈറ്റിംഗ് സ്കിൽസ് നല്ല മാസീവായിട്ട് അല്ലെങ്കിൽ നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളവർക്ക് പോലും ഒരു 5.5 അല്ലെങ്കിൽ ഒരു 6 ബാൻഡ് സ്കോറിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുള്ള കംപ്ലയിൻറ്റ്സ് ഒരുപാട് സ്റ്റുഡൻസ് പറയുന്നുണ്ട്. സോ എങ്ങനെയാണ് നമ്മളൊരു നല്ല ബാൻഡ് സ്കോർ IELTS ജനറൽ റൈറ്റിംഗ് ടാസ്ക് 1 ലെറ്റർ റൈറ്റിങ്ങിൽ അച്ചീവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ടാസ്ക് അച്ചീവ്മെൻറ്റ്. അത് ടാസ്ക് 2-ൽ വരുമ്പോൾ ടാസ്ക് റെസ്പോൺസ് ആവും. സോ ടാസ്ക് അച്ചീവ്മെൻറ്റ്, റൈറ്റ് ഓവർ 150 വേർഡ്സ്. അതായത് നമ്മുടെ വേർഡ് ലിമിറ്റ് 150 മുതൽ 180 വരെയാണ്. സോ അത് എക്സീഡ് ചെയ്യാതിരിക്കാനും 150-ൽ കുറവാകാതിരിക്കാനും ശ്രമിക്കുക. സോ റെസ്പോണ്ട് ടു ഈച്ച് ബുള്ളറ്റ് പോയിൻറ്റ്സ്. ഈ ബുള്ളറ്റ് പോയിൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദാറ്റ് ഈസ് പ്രോംപ്റ്റ്. അതായത് നമ്മുടെ ചോദ്യത്തിൻ്റെ കൂടെ നമ്മൾ ലെറ്ററിൽ കവർ ചെയ്യേണ്ടതായിട്ടുള്ള 3 ബൈ പോയിൻറ്റ്സ് കാണും. സോ ഈ 3 എണ്ണമാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഉൾപ്പെടെ 3 പാരഗ്രാഫായി തിരിച്ച് ഒരു ലെറ്റർ ഫോർമാറ്റിൽ ആക്കേണ്ടത്. സോ റെസ്പോണ്ട് ടു ഈച്ച് ബുള്ളറ്റ് പോയിൻറ്റ്സ്, അവരാവശ്യപ്പെട്ടിരിക്കുന്ന ബുള്ളറ്റ് പോയിൻറ്റ്സ് നമ്മുടെ ലെറ്ററിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുക. Last one, use an appropriate tone and level of politeness. Even if it's a formal, semi-formal or informal type of letter, അത് എഴുതേണ്ട രീതിയിൽ തന്നെ, അതായത് നോട്ട് യൂസിങ് ഒരു വളരെ കോമൺ ലേമൻ ലാംഗ്വേജസിൽ യൂസ് ചെയ്യാതെ ഏറ്റവും നല്ല വേർഡ്സും വൊക്കാബുലറീസ് ആൻഡ് ടൈപ്പ് ഓഫ് ഗ്രാമർ യൂസ് ചെയ്തിട്ട് തന്നെ
അത് എഴുതാൻ ശ്രമിക്കുക. സോ ഓരോ ലെറ്ററിനനുസരിച്ചും അതിലെ വാക്കുകൾ പൊളൈറ്റ് ആകാൻ ശ്രമിക്കുക. അത്രയും അപ്ഡേറ്റഡ് വേർഡ്സ് തന്നെ യൂസ് ചെയ്യുക. സെക്കൻഡ് വൺ, കൊഹറൻസ് ആൻഡ് കൊഹഷൻ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് ലോജിക്കലി. ഓരോ പ്രോംപ്റ്റിനും നമ്മളോടുള്ള ചോദ്യങ്ങൾക്ക് ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് തന്നെയാണോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്ന് ഷുവറാക്കുക. ദെൻ യൂസ് പാരഗ്രാഫിംഗ് അപ്രോപ്രിയേറ്റ്ലി. അത് നമുക്കറിയാം, വളരെ നന്നായിട്ട് തന്നെ 3 പ്രോംപ്റ്റ് 3 പാരഗ്രാഫായി തിരിച്ച് തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക. ദെൻ യൂസ് എ റേഞ്ച് ഓഫ് കൊഹസീവ് ഡിവൈസ് അപ്രോപ്രിയേറ്റ്ലി ആൻഡ് അവോയ്ഡ് അൺനെസസറി റിപ്പീറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ. അതായത് ഒരു തവണ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു തവണ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു പ്രോംപ്റ്റ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയുള്ള റിപ്പീറ്റേഷൻസ് ഒഴിവാക്കുക. ദെൻ ലെക്സിക്കൽ റിസോഴ്സസ്. സോ ലെക്സിക്കൽ റിസോഴ്സസ് ദാറ്റ് ഇസ് കോൾഡ് LR എന്ന് പറയും. സോ ദാറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് വൊക്കാബുലറി ദാറ്റ് വി ആർ യൂസിങ് ഇൻ ദ റൈറ്റിംഗ് ടാസ്ക് 1 ലെറ്റർ റൈറ്റിംഗിൽ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സിനോണിംസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽപ്പ് എന്നുള്ള വാക്കിന് ടു ഹെൽപ്പ്, അതിന് പകരം ടു അസിസ്റ്റ് എന്ന് യൂസ് ചെയ്യുമ്പോൾ വരുന്നൊരു ചേഞ്ച്. അതാണ് ലൈക്ക് യൂസ് ഓഫ് വൊക്കാബുലറി ടു അലൗ സം ഫ്ലെക്സിബിലിറ്റി ആൻഡ് പ്രിസിഷൻ. യൂസ് ലെസ് കോമൺ ലെക്സിക്കൽ ഐറ്റംസ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പോലെ ദിസ് ഈസ്, ദാറ്റ് ഈസ്, ഐ ആം, അങ്ങനെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ, വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വൊക്കാബ്സ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അവയർനെസ് ഓഫ് സ്റ്റൈൽ ആൻഡ് collocation, avoid errors with word information, avoid errors with spelling, avoid errors with word choices. അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വേർഡുകൾ, വേർഡ്സിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ പോലുള്ള എററുകൾ, അതൊക്കെ ആണ് ലെക്സിക്കൽ റിസോഴ്സസിൽ അവർ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ. സോ നമ്മുടെ റൈറ്റിംഗ് ടാസ്ക് 1 നമുക്ക് ബാൻഡ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ നമ്മുടെ ബാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനുള്ള ക്രൈറ്റീരിയാസും അതിനുള്ള റിക്വയർമെൻറ്റ്സും ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഫസ്റ്റ് 3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ടാസ്ക് അച്ചീവ്മെൻറ്റ്, കൊഹറൻസ് ആൻഡ് കൊഹിഷൻ, ലെക്സിക്കൽ റിസോഴ്സസ് ദാറ്റ് ഈസ് വൊക്കാബുലറി, ആൻഡ് ഫൈനലി ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി, GRA എന്ന് നമ്മുടെ റൈറ്റിംഗ് ടാസ്ക് 1 പേപ്പറിൻ്റെ ബാക്കിൽ ക്രൈറ്റീരിയാസിൽ ഉണ്ട് ഇതെല്ലാം. സോ എന്താണ് ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി? യൂസസ് എ മിക്സ് ഓഫ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് ഫോംസ്. അതായത് നമുക്കറിയാം സെൻറ്റൻസ് സ്ട്രക്ചർ, അതായത് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ പോലെയുള്ള നല്ല സ്ട്രക്ചർ ഉപയോഗിച്ച്, നല്ല കോമ്പൗണ്ട് സ്ട്രക്ചറൊക്കെ ഉപയോഗിച്ച്, സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സെൻറ്റൻസിനെ LR ചെയ്യുക. വളരെ ഷോർട്ട് സെൻറ്റൻസ് ആക്കി സെൻറ്റൻസിൻ്റെ എണ്ണം കൂട്ടുകയല്ല, അതുപോലെ തന്നെ നമ്മൾ നല്ല കോർഡിനേറ്റ് കൺജഷൻസ്, ലിങ്കിങ് വേർഡ്സ് പോലെ കാര്യങ്ങൾ ഉപയോഗിച്ച് സെൻറ്റൻസ് എപ്പോഴും സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി എഴുതാൻ ശ്രമിക്കുക. ദെൻ പ്രൊഡ്യൂസ് എറർ ഫ്രീ സെൻറ്റൻസ്. അതായത് മാക്സിമം ഒരു സെൻറ്റൻസിൽ യാതൊരു വിധത്തിലുള്ള എറർ, അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ, മൂന്നാമത് പറയുന്നത് അവോയ്ഡ് എറേഴ്സ് വിത്ത് ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലർക്കും ബാൻഡ് സ്കോർ കുറയുന്നതിൻ്റെ ഒരു റീസൺ ആണെന്ന് പോലും അറിയാത്തൊരു കാര്യമാണ് യൂസസ് ഓഫ് പങ്ക്ച്വേഷൻ. അത് എന്താണ് പങ്ക്ച്വേഷൻ? നമ്മുടെ കോമ, കോളൻ, സെമി കോളൻ, എക്സ്ക്ലമേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്, ഇതൊക്കെയാണ് പങ്ക്ച്വേഷൻ. അപ്പം യൂസ് ചെയ്യേണ്ട കറക്റ്റ് സ്ഥലത്ത് തന്നെയാണോ പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ കണക്റ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു സല്യൂട്ടേഷൻ പറഞ്ഞു കഴിഞ്ഞ്, അല്ലെങ്കിൽ ലെറ്ററിൻ്റെ ഫൈനൽ താങ്ക് യു, അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി, അല്ലെങ്കിൽ യുവേഴ്സ് ലവിംഗ്ലി പറഞ്ഞു കഴിഞ്ഞ് കോമ ഇടുക. സോ ഇതൊക്കെ വളരെ കീ പോയിൻറ്റ്സ് ആണ്. യൂസസ് ഓഫ് പങ്ക്ച്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ IELTS writing task 1, especially in general examinations. Okay, so next is formality of letters. Certain styles of letters are required for certain occasions. അതായത് ചില ഒക്കേഷൻസിൽ നമ്മൾ എഴുതുന്ന ലെറ്ററിന് ചില സ്റ്റൈലുകൾ അനിവാര്യമാണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫോളോ ദ സ്റ്റൈൽസ്. ആസ് വി ഓൾറെഡി നോ, when deciding what style of letter to write, കൺസിഡർ ദ ഓഡിയൻസ് ഓഫ് ദ ലെറ്റർ. നമ്മൾ ആർക്കാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളത് വലിയൊരു ഫാക്റ്റാണ്. സോ നമുക്കറിയാത്ത വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു അതോറിറ്റിയുടെ ഹെഡായിട്ടിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഫ്രണ്ടിന് എഴുതുന്നത് പോലെ ഒരു ലെറ്റർ നമുക്ക് എഴുതാൻ പറ്റില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ ദ ഓഡിയൻസ് ഓഫ് ദ ലെറ്റർ ആൻഡ് ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ. നമ്മൾ എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത്, ആർക്കാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ turning first to the audience in the exam, you will have to write a letter to a business acquaintance or friend or family member. So audience ആരാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ
നമ്മളെ ലെറ്റർ പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം നമ്മൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എഴുതാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ആദ്യത്തിൽ 1 മിനിറ്റ് നമ്മൾ ലെറ്റർ പ്ലാൻ ചെയ്യുക. ഞാൻ ആർക്കാണ് ഈ ലെറ്റർ എഴുതുന്നത്, ഇത് എന്ത് തരത്തിലുള്ള ലെറ്റർ ആണ്, ഫോർമൽ ആണോ, സെമി ഫോർമൽ ആണോ, ഇൻഫോർമൽ ആണോ, ഇതിൽ ഏത് സല്യൂട്ടേഷൻ ആണ്, ഏത് വൈൻഡ് അപ്പ് വേ ഓഫ്, അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി ആണോ, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആണോ, അല്ലെങ്കിൽ യുവേഴ്സ് ലവിംഗ്ലി ആണോ എഴുതേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ പ്രോംപ്റ്റ്, അതായത് ബുള്ളറ്റ് പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഐഡിയാസ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ദ ഓഡിയൻസ് ആൻഡ് ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ. സോ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് എത്ര തരത്തിലുള്ള ലെറ്ററുകളുണ്ട്. നമ്മൾ സ്കൂൾ ടൈം മുതൽ നമ്മൾ പഠിച്ചു വരുന്നതാണ്. വിച്ച് ആർ ദ 3 types ഓഫ് ലെറ്റേഴ്സ്. ദാറ്റ് ഫസ്റ്റ് വൺ ഫോർമൽ ലെറ്റേഴ്സ്, സെക്കൻഡ് വൺ സെമി ഫോർമൽ ലെറ്റേഴ്സ്, തേർഡ് വൺ ഇൻഫോർമൽ ലെറ്റേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫോർമൽ ലെറ്റർ എന്താണ്. ദ ബോഡി ഓഫ് എ ലെറ്റർ റിട്ടൺ ടു എ ബിസിനസ് ഓർ എ പേഴ്സൺ യു ഡോണ്ട് നോ വെൽ ഈസ് റിട്ടൺ ഇൻ ഫോർമൽ ലാംഗ്വേജ്. അതായത് നമുക്കറിയാത്ത ഒരു വളരെ റിനൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വളരെ ഒരു അതോറിറ്റിയുടെ ഹെഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഒരു ബിസിനസ് അല്ലെങ്കിൽ വലിയൊരു ഇൻഡസ്ട്രിയുടെ ഹെഡിന് നമ്മൾ എഴുതുന്ന ഒരു ലെറ്റർ. സോ ദാറ്റ് ഈസ് യു ഡോണ്ട് നോ വെൽ. അതായത് നമുക്ക് കറക്റ്റ് അറിയില്ല, അങ്ങനെ ഒരു പദവി മാത്രമേ നമുക്കറിയുള്ളൂ. നമുക്ക് ആ വ്യക്തിയെ നേരിട്ടോ വ്യക്തിക്ക് നമ്മളെയോ നേരിട്ടോ അറിയില്ല. ഇൻ ഫോർമൽ ലാംഗ്വേജ്, ദാറ്റ് ഈസ് ദ മേജർ പോയിന്റ്. ഇൻ ഫോർമൽ ലാംഗ്വേജ്, ഫോർമൽ ലെറ്റേഴ്സ് ഷുഡ് ബി ഇൻ ഫോർമൽ ലാംഗ്വേജസ്. നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന വേർഡുകളും നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന സല്യൂട്ടേഷൻസും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളും എല്ലാം ഫോർമൽ രീതിയിൽ തന്നെ ആയിരിക്കണം. അൺലൈക്ക് ദ മോർ കാഷ്വൽ ആൻഡ് ഫ്രണ്ട്ലി ലാംഗ്വേജ് ഓഫ് എ ലെറ്റർ ടു എ ഫ്രണ്ട് ഓർ ഫാമിലി മെമ്പർ. നമ്മൾ ഒരിക്കലും ഒരു ഫാമിലി മെമ്പറിനോ ഒരു ഫ്രണ്ടിനോ എഴുതുന്നത് പോലെ വളരെ കോമൺ ആയിട്ടുള്ള സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഫോർമൽ ലെറ്ററിൽ ആഡ് ചെയ്യില്ല. സോ നമുക്കറിയാം എന്തായിരിക്കും ഫോർമൽ ലെറ്ററിൻ്റെ സല്യൂട്ടേഷൻ. ഫോർമൽ ലെറ്ററിൻ്റെ സല്യൂട്ടേഷൻ എപ്പോഴും റെസ്പെക്റ്റഡ് സർ ഓർ മാഡം. അതിനകത്ത് ഒരിക്കലും നമ്മൾ സുഖവിവരങ്ങളോ ഹൗ ആർ യു അല്ലെങ്കിൽ എങ്ങനെയാണ് എന്തുണ്ട് വീട്ടിലെ കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. സോ ഫോർമൽ ലെറ്ററിലെ സല്യൂട്ടേഷൻ റെസ്പെക്റ്റഡ് സർ ഓർ മാഡം ആണെന്നുണ്ടെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യുമ്പം എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആയിരിക്കും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് ടൈപ്പ് ഓഫ് ലെറ്റർ ദാറ്റ് ഈസ് സെമി ഫോർമൽ ലെറ്റർ. സോ എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം ഫോർമൽ ആണോ സെമി ഫോർമൽ ആണോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു ലാഗ്. സോ ദീസ് ലെറ്റേഴ്സ് ആർ ടു acquaintances, friends or family, and so the tone should be friendlier than with a letter to a business. അതായത് സെമി ഫോർമൽ ആണ്. സോ അതായത് നമ്മുടെ കമ്പനിയിലെ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ എൻ്റെ മാനേജർ, അതായത് എനിക്കറിയാം ചിലപ്പോൾ ആൾക്ക് ഞാനോട് അത്ര വലിയ പരിചയം കാണത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ കൊളീഗ്, അല്ലെങ്കിൽ നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡ് നമ്മുടെ ലോക്കൽ ന്യൂസ് പേപ്പർ എഡിറ്റർക്ക് എഴുതുന്നു. സോ ദാറ്റ് ഈസ് സെമി ഫോർമൽ ലെറ്റർ. സോ സെമി ഫോർമൽ അപ്രോപ്രിയേറ്റ് ടോൺ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ടാസ്ക് അച്ചീവ്മെൻറ്റ്. അതായത് ഇത് ഫോർമൽ ലെറ്ററും അല്ല ഇൻഫോർമൽ ലെറ്ററും അല്ല. സോ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോൺ ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ നമുക്ക് എന്താണ് ഡിയർ മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് വിത്ത് സെക്കൻഡ് നെയിം, ഡിയർ മിസ്റ്റർ സ്റ്റീവ്, ഡിയർ മിസ്സിസ് എമ്മ. സോ ഡിയർ മിസ്റ്റർ ഓർ മിസ്സിസ് വിത്ത് ദ സെക്കൻഡ് നെയിം ആയിരിക്കും സല്യൂട്ടേഷൻ ഏറ്റവും ബെസ്റ്റ്. സോ എങ്ങനെയായിരിക്കും എൻഡ് ചെയ്യുന്നത്, താങ്ക് യു യുവേഴ്സ് സിൻസിയർലി. നമ്മൾ ഫോർമൽ ലെറ്ററിൽ യൂസ് ചെയ്തത് ഏതാണ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആയിരുന്നു. സോ സെമി ഫോർമലിൽ യുവേഴ്സ് സിൻസിയർലി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഐ റിപ്പീറ്റ്, ഒന്നുകൂടി പറയുന്നു, ഫോർമൽ ലെറ്റർ നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ അയാൾക്കും വളരെ നേരിട്ട് യാതൊരു പരിചയമില്ലാത്ത ഒരു അതോറിറ്റിയുടെ ഹെഡ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻസ്, അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫ് എ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവർക്കൊക്കെ ആയിരിക്കും നമ്മൾ ഫോർമൽ ലെറ്റർ എഴുതുന്നത്. ഇറ്റ് ഷുഡ് ബി ഇൻ എ ഫോർമൽ ഫോർമാറ്റ് ഓഫ് റൈറ്റിംഗ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെമി ഫോർമൽ. അതായത് നമുക്ക് അറിയാം പക്ഷെ അവർക്ക് അറിയാൻ അത്ര പരിചയമില്ല. ലൈക്ക് നമ്മുടെ നാട്ടിലുള്ള ലോക്കൽ ന്യൂസ് പേപ്പർ എഡിറ്ററിന് എഴുതുന്നു, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ, അല്ലെങ്കിൽ ഞാനിപ്പം കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മാനേജർക്ക് എഴുതുന്നു, അല്ലെങ്കിൽ ഒരു സീനിയർ എംപ്ലോയിക്ക് എഴുതുന്നു. സോ ദാറ്റ് ഈസ് സെമി ഫോർമൽ ലെറ്റർ. ആൻഡ് ഫൈനലി, ആസ് വി ഓൾറെഡി നോ, ഇൻഫോർമൽ ലെറ്റേഴ്സ്. എന്താണ് ഇൻഫോർമൽ ലെറ്റേഴ്സ്? നമ്മൾ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനും അയക്കുന്ന കത്തുകൾ. ആൻഡ് എന്നാലും അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞേക്കാം. ദീസ് ആർ ലെറ്റേഴ്സ് റിട്ടൺ ടു വെരി ക്ലോസ് ഫ്രണ്ട്സ്. അതായത് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക്, അതായത് നമ്മൾ ഒത്തിരി ഹാപ്പി ആയിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സാണ് ഇൻഫോർമൽ ലെറ്റേഴ്സ്.
and have features such as a slang and abbreviations of words. You should never use overly informal language or texting language such as wanna, cause and like lol, short forms. നമ്മൾ വിചാരിക്കും ഓക്കെ ഇൻഫോർമൽ അല്ലേ, നമുക്ക് മെസ്സേജ് അയക്കുന്ന പോലെ വാട്സപ്പിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ മെസ്സേജ് അയക്കുന്ന പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിൽ വാട്ട് യു വാണ്ട് ടു ഡു എന്നൊക്കെ നമുക്ക് അങ്ങ് എഴുതാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. വി ആർ റൈറ്റിംഗ് IELTS general task 1 of that is letter. സോ അതിന് അതിൻ്റേതായ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യുക, അതിൻ്റേതായ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുക. ഇൻഫോർമലാണ്, ഫ്രണ്ട്സിനാണ് അല്ലെങ്കിൽ ഫാമിലിക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു ലേമൻ ലാംഗ്വേജ്, ഒരു ലോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഡെഫിനറ്റ്ലി ലോസ് അവർ നൈസ് ബാൻഡ്, നല്ലൊരു ബാൻഡ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിൻ്റേതായ ഒരു ഫോർമാറ്റ് തന്നെ, അതായത് ഒരു ലോക്കൽ സ്ലാങ് അല്ലെങ്കിൽ ലോക്കൽ അബ്രിവേഷൻസ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്യാതെ വളരെ കാര്യമായി തന്നെ, അതായത് കാണ്ട് എന്ന് എഴുതാതെ കനോട്ട് എന്ന് തന്നെ എഴുതുക, വുഡിൻറ്റ് എന്ന് എഴുതാതെ വുഡ് നോട്ട് എന്ന് തന്നെ എഴുതുക, ഡോണ്ട് എന്ന് പറയാതെ ഡു നോട്ട് എന്ന് പറയുക. ഞാനീ പറഞ്ഞത് വളരെ ബേസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ വോണ, ലൈക്ക് നമ്മൾ കേട്ടു വോണ, കോസ് ആൻഡ് ലോൾ യൂസിങ്, അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക. ലൈക്ക് ദ ടാസ്ക് ഓർ യുവർ ലെറ്റർ. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജ്, നമ്മൾ ഉപയോഗിക്കുന്ന ലോക്കൽ അബ്രിവേഷൻസ് നമ്മുടെ ബാൻഡ് സ്കോർ കുറയ്ക്കും. സോ ഇൻഫോർമൽ ആണെങ്കിൽ കൂടി വളരെ പൊളൈറ്റായിട്ട് തന്നെ സംസാരിക്കുക. സോ ദ മേജർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ. നമ്മൾ പലരും ലെറ്റർ എഴുതി വരുമ്പോഴത്തേക്ക് എന്തിനാണ് ഈ ലെറ്റർ എഴുതിയെന്നത്, വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദിസ് ലെറ്റർ എന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അതായത് നമ്മൾ എഴുതി അങ്ങ് പോകും. വി ഡോണ്ട് തിങ്ക് അബൌട്ട് ദ വേർഡ് കൗണ്ട്. നമ്മൾ വേർഡ് കൗണ്ട് ആലോചിക്കുന്നില്ല, 150 to 180 ആണെന്ന് പോലും ആലോചിക്കുന്നില്ല. എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് എഴുതും. അപ്പോൾ നമ്മളെന്ത് പറയും, സാറേ എനിക്ക് പോയിൻറ്റ്സ് എഴുതുമ്പോൾ, ബുള്ളറ്റ് പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് പോയിൻറ്റ്സ് വരുന്നു. സോ IELTS എക്സാമിനേഴ്സിന് എന്താണ് നമുക്ക് വേണ്ടത്, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വളരെ ബെസ്റ്റായിട്ടുള്ള 20 മിനിറ്റിനുള്ളിൽ 150 മുതൽ 150 to 180 വേർഡ്സിനുള്ളിൽ ഒരു ബെസ്റ്റ് ലെറ്ററാണ് അവർക്ക് വേണ്ടത്. അവർക്ക് ദേ ഡോണ്ട് വാണ്ട് എനി ഓഫ് ദ ലെറ്റർ. അവർക്ക് ഏതെങ്കിലും ഒരു ലെറ്റർ പോരാ, 20 മിനിറ്റിനുള്ളിൽ 150 മുതൽ 180 വേർഡ്സിനുള്ളിൽ നിൽക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലെറ്ററാണ് അവർക്ക് വേണ്ടത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാൻ വെൻ യു ഗെറ്റ് യുവർ ടാസ്ക് യു വർക്ക് ഔട്ട് ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ യു നീഡ് ടു റൈറ്റ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലെറ്റർ പ്ലാൻ ചെയ്യുമ്പോൾ, നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിയുമ്പോൾ എന്ത് തരത്തിലുള്ള ലെറ്ററാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും ബെനഫിഷ്യലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് ഈ ലെറ്ററിലൂടെ എൻ്റെ പർപ്പസ് എന്താണ്, ഈ ലെറ്റർ എന്തിനാണ് എഴുതുന്നത്. നമുക്കറിയാം പല പല പർപ്പസ് ഉണ്ട് ലെറ്റർ എഴുതുന്നതിന്. സോ ദാറ്റ് ഈസ് യു നീഡ് ടു ഫോക്കസ് ഓൺ ദിസ് പർപ്പസ് ത്രൂ ഔട്ട് ദ ലെറ്റർ ഇൻ ഓർഡർ ടു സ്കോർ വെൽ ഫോർ ടാസ്ക് അച്ചീവ്മെൻറ്റ്. അതായത് ഈ ലെറ്റർ മുഴുവൻ എന്ത് പർപ്പസിനാണോ നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്, അത് ആ ലെറ്ററിൻ്റെ ഓരോ പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഓരോ പാരഗ്രാഫ് വായിക്കുമ്പോഴും ആ പർപ്പസ് ഒന്ന് എംഫസൈസ് ചെയ്യാൻ ശ്രമിക്കുക. You can make the purpose of the letter clear by stating it in the introduction. നമുക്കറിയാം ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത്. മൈ നെയിം ഈസ് ഡാഷ്, മൈ നെയിം ഈസ് ജോർജ്, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, ദാറ്റ്സ് വി ആർ റൈറ്റിംഗ് ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ. സോ ഫോർ ദ IELTS exam you need to be able to write the following types of letters. സോ ഈ ഫോളോയിങ് ടൈപ്സ് ഓഫ് ലെറ്ററിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പർപ്പസ് പറയാൻ പോകുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു റിക്വസ്റ്റ് ആണ്, എന്ത് തരത്തിലുള്ള ലെറ്റേഴ്സൊക്കെ ആയിരിക്കും. 3 തരത്തിലുള്ള ലെറ്റേഴ്സ് നമ്മൾ കേട്ടു. ഇനി എത്ര തരത്തിലുള്ള പർപ്പസുകൾ ഉണ്ടായിരിക്കാം. നോർമലി IELTS റൈറ്റിംഗ് ജനറൽ എക്സാമിന് റൈറ്റിംഗ് ടാസ്ക് 1 ചോദിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് പർപ്പസസ് നമുക്കൊന്ന് കാണാം. സോ ദീസ് ആർ ദ പർപ്പസസ് കോമൺലി യൂസിങ് അല്ലെങ്കിൽ കോമൺലി ക്വസ്റ്റ്യനിങ് ഇൻ IELTS ജനറൽ റൈറ്റിംഗ് ടാസ്ക് 2. So that is requesting information, that the writer is requesting for an information. This type of letter requires you to write a letter to ask for information from a business or acquaintance. എന്താണ്, ഒരു പർട്ടിക്കുലർ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്നും നമ്മൾ കുറച്ച് കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അത് ചിലപ്പം ബിസിനസ് സംബന്ധമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിരിക്കാം, എന്തെങ്കിലും ആയിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് റിക്വസ്റ്റിംഗ് ഇൻഫർമേഷൻ. നമ്മളൊരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഗിവിംഗ് ഇൻഫർമേഷൻ. ദിസ് ടൈപ്പ് ഓഫ് ലെറ്റർ റിക്വയർസ് യു ടു റൈറ്റ് എ ലെറ്റർ ടു റെസ്പോണ്ട് ടു എ റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. അത് നമ്മളോട് ചോദിച്ചൊരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നതുമായിരിക്കാം, അതായത് നമ്മൾ അങ്ങോട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നതുമായിരിക്കാം. നമ്മളോട് ഒരാൾ ചോദിക്കുന്നു
അതായത് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ, ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനല്ലേ താങ്കൾ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാമോ എന്ന് കരുതി എന്ന് വിചാരിച്ച് എനിക്ക് ഇങ്ങോട്ടൊരു ലെറ്റർ വന്നിരുന്നു. സോ അതിന് ഞാനൊരു ഗിവിങ് ലെറ്റർ അല്ലെങ്കിൽ ഗിവിങ് ഇൻഫർമേഷൻ, ഞാനിതിനൊരു റിപ്ലൈ ലെറ്റർ പോലെ കൊടുക്കുന്നു. സോ ഇറ്റ് കണ്ടെയ്ൻ സം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് ടു. ദ തേർഡ് വൺ, മേക്കിംഗ് എ കംപ്ലൈൻറ്റ്. അത് കോമൺലി യൂസിങ് ഇൻ ജനറൽ ടാസ്ക് 1 ലെറ്റർ റൈറ്റിങ്ങിലൊക്കെ നമ്മളോട് ചോദിക്കുന്നതാണ്. മേക്കിംഗ് എ കംപ്ലൈൻറ്റ്, ടു കംപ്ലൈൻറ്റ് അബൌട്ട് എ പർട്ടിക്കുലർ തിങ്. മേക്ക് എ കംപ്ലൈൻറ്റ് ദാറ്റ് യു ഫേസ് സം കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഫ്രം എ റെസ്റ്റോറൻറ്റ്. അല്ലെങ്കിൽ എന്താണ്, ദിസ് ടൈപ്പ് ഓഫ് ലെറ്റർ റിക്വയർസ് യു ടു റൈറ്റ് എ ലെറ്റർ ടു കംപ്ലൈൻ അബൌട്ട് എ പ്രോഡക്റ്റ് ഓർ സിറ്റുവേഷൻ. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കോമൺലി ഇപ്പം IELTS റൈറ്റിംഗ് ജനറൽ ടാസ്ക് 1 ചോദിക്കുന്നതാണ്. ഓൺലൈനിൽ നിന്ന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചു, ബട്ട് വെൻ ഇറ്റ് അറൈവ് ദാറ്റ് സീംസ് ഡിസ്ട്രോയിഡ്. അല്ലെങ്കിൽ വന്നപ്പോഴത്തേക്ക് അത് ഡാമേജ്ഡ് ആയിട്ട് കിടക്കുകയാണ്. റൈറ്റ് എ ലെറ്റർ ടു ദ മാനേജർ ഓഫ് ദാറ്റ് ഓൺലൈൻ സൈറ്റ്. സോ ഇൻഫോമിങ് ദാറ്റ് എന്താണ് പറ്റിയത്. പ്രോംപ്റ്റ് എന്തായിരിക്കും, എന്തിനാണ് ഇത് ഓർഡർ ചെയ്തപ്പം എന്താണ് ഇതിന് പറ്റിയത്. സോ നമ്മൾ എന്താണ് മാനേജർ ചെയ്യാനായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, മാനേജർ എന്ത് നടപടി എടുക്കണമെന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. സോ ദാറ്റ് ഈസ് മേക്കിംഗ് എ കംപ്ലൈൻറ്റ്. ദിസ് ടൈപ്പ് ഓഫ് എ ലെറ്റർ റിക്വയർസ് യു ടു റൈറ്റ് എ ലെറ്റർ ടു കംപ്ലൈൻ അബൌട്ട് എ പ്രോഡക്റ്റ് ഓർ സിറ്റുവേഷൻ. നമുക്ക് അറിയാം, ദാറ്റ് ഈസ് മേക്കിംഗ് ആൻ അപ്പോളജി. അപ്പോളജി അറിയാമല്ലോ, സോറി, അപ്പോളജി, ആസ് യു ഓൾ നോ. ദിസ് type of letter requires you to write a letter to apologize for making a mistake or disturbing someone. അതൊരു അപ്പോളജി ലെറ്റർ ആണ്. നമുക്ക് പലർക്കും അറിയാം എന്താണ് ഒരു അപ്പോളജി ലെറ്റർ എന്ന്. ബട്ട് വെൻ ഇറ്റ്സ് ജനറൽ എഴുതുന്നവരല്ലേ, അപ്പം വർക്ക് പർപ്പസസ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് അപ്പോളജി ആൻഡ് ലൈക്ക് ടൈപ്പ് ഓഫ് എന്താണ് ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് നമുക്കറിയാം. സോ ദിസ് ടൈപ്പ് ഓഫ് ലെറ്റർ റിക്വയർസ് യു ടു റൈറ്റ് എ ലെറ്റർ ടു അപ്പോളജൈസ് ഫോർ മേക്കിംഗ് എ മിസ്റ്റേക്ക് ഓർ ഡിസ്റ്റർബിങ് സംവൺ. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്റ്റർബോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കോ അതിന് റിപ്ലൈ ആയിട്ടാണ് നമ്മൾ ഒരാൾക്ക് അപ്പോളജി കൊടുക്കുന്നത്. ഫൈനലി, താങ്കിങ് സംവൺ, ഒരാൾക്ക് നന്ദി പറയുന്നു. അതായത് നമ്മുടെ ഒരു കൂട്ടുകാരൻ, ഇത് ചിലപ്പം ഇൻഫോർമലാണ് കൂടുതൽ വരിക. അതായത് എൻ്റെ ഒരു സുഹൃത്ത് ഞാനില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഒരു പെറ്റിനെ ടേക്ക് കെയർ ചെയ്യാമെന്നോട് വാക്ക് പറഞ്ഞിരുന്നു. He agreed to take care of my pet, and when I come back from my vacation, ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവൻ്റെ ജോലി ഭംഗിയായിട്ട് കഴിച്ചു. സോ അവനൊരു നന്ദി ലെറ്റർ, അവനൊരു താങ്കിങ് ലെറ്റർ എഴുതുകയാണ്. സോ അങ്ങനത്തെ സെനാരിയോസ് ചോദിക്കാറുണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. സോ ദിസ് ടൈപ്പ് ഓഫ് ലെറ്റർ റിക്വയർസ് യു ടു റൈറ്റ് എ ലെറ്റർ ടു താങ്ക് സംവൺ ഫോർ ഹിസ് ഓർ ഹെയർ തോട്ട്ഫുൾനെസ് ഓർ കൈൻഡ്നെസ്. അവരുടെ ഒരു കൈൻഡ്നെസ്സിനെ, അവരുടെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഒരു കൈൻഡ്നെസ്സിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതുന്നു. സോ ദാറ്റ് ഷുഡ് ബി മേ ബി ഇൻ ഇൻഫോർമൽ ടൈപ്പ് ഓഫ് ലെറ്റേഴ്സിലായിരിക്കും അത് ചോദിക്കുന്നത്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. നമ്മളിത് എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നൊന്ന് കണ്ടുപിടിക്കുക. സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു, റൈറ്റിംഗ് ടാസ്ക് 1. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെല്ലാ റൈറ്റിംഗ് IELTS മോഡ്യൂളിൽ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് വായിക്കുക. യു ഷുഡ് സ്പെൻഡ് അബൌട്ട് 20 minutes ഓൺ ദിസ് ടാസ്ക്. നമുക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് പോകേണ്ട കാര്യമുണ്ട്. ടൈം എങ്ങനെയാണ്, ഈ ഒരു 20 minute എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. അതായത് 1 minute പ്ലാനിങ്ങിന്, 2 minute ഇൻട്രൊഡക്ഷന്, ആദ്യത്തെ പ്രോംപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ 5 minutes, അങ്ങനെ രണ്ടാമത്തെ പ്രോംപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ 5 minutes, മൂന്നാമത്തെ പ്രോംപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും 5 minutes. ബാക്കി എത്രയാണ്? ബാക്കി നമ്മൾ കൺക്ലൂഷനും പ്രൂഫ് റീഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ലെറ്റർ എഴുതി കഴിഞ്ഞിട്ടും പ്രൂഫ് റീഡിങ്, അതായത് സെൻറ്റൻസ് ശരിയാണോ, അല്ലെങ്കിൽ എൻ്റെ വൊക്കാബുലറിയുടെ സ്പെല്ലിങ് ശരിയാണോ, ഞാൻ പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ, ഓരോ കണക്റ്റേഴ്സും യൂസ് ചെയ്തിട്ട് എൻ്റെ പങ്ക്ച്വേഷൻ കറക്റ്റ് ആണോ, എൻ്റെ സെൻറ്റൻസ് ആക്യുറേറ്റ് ആണോ, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ടൈമിംഗ് എല്ലാം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് അവസാനമുള്ള സമയം പ്രൂഫ് റീഡിങ് വളരെ മസ്റ്റാണ്. സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? യു ആർ പ്ലാനിങ് ടു സ്പെൻഡ് എ വീക്കെൻഡ് അറ്റ് എ ഹോട്ടൽ വിത്ത് യുവർ ഫാമിലി. അതായത് നമ്മുടെ ഫാമിലിയോട് കൂടി ഒരു വീക്കെൻഡ് ഒരു ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. റൈറ്റ് എ ലെറ്റർ ടു ദ ഹോട്ടൽ മേക്കിംഗ് ദ അറേഞ്ച്മെൻറ്റ്സ് ആസ്ക് ദം ദ ഫോളോയിങ്. അതായത് അവർക്കൊരു ലെറ്റർ എഴുതുക, അവരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക, ഹോട്ടലിലെ ആൾക്കാരോട്. നമ്മൾ ബുക്ക് ചെയ്ത് ഓൾറെഡി നമുക്ക് വരെയുള്ള ഹോട്ടലായിരിക്കും. സോ ദാറ്റ് ഈസ് സെമി ഫോർമൽ ലെറ്റർ. സെമി ഫോർമൽ അല്ലേ? ആൻഡ് എന്തിനാണ് എഴുതുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ലെറ്റർ? റൈറ്റ് എ ലെറ്റർ ടു ദ ഹോട്ടൽ മേക്കിംഗ് ദ അറേഞ്ച്മെൻറ്റ്. അവരോട് നമ്മൾ പറയുകയാണ് അറേഞ്ച്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നോക്കിയാൽ requesting information. This type of letter requires you to write a letter to ask for information from a business or so അതിനോട് സമയം വരുന്നില്ലേ? സോ ദാറ്റ് ഈസ് അതൊരു റിക്വസ്റ്റ് നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. സോ ഇതിലെ പ്രോംപ്റ്റ് എന്താണ്?
വെൻ യു വാണ്ട് ടു അറൈവ് ആൻഡ് ലീവ്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ ക്വസ്റ്റ്യനും. അതായത് യു ആർ പ്ലാനിങ് ടു സ്പെൻഡ് എ വീക്കെൻഡ് അറ്റ് എ ഹോട്ടൽ വിത്ത് യുവർ ഫാമിലി, write a letter to the hotel making the arrangements. So that is the question, and these three are the bullet points. That is the prompt. ഇതിനെയാണ് നമ്മൾ prompt എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് prompt എന്താണ്? വെൻ യു വാണ്ട് ടു അറൈവ് ആൻഡ് ലീവ്. എപ്പോഴാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത്, ചെക്ക് ഔട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ അറൈവ് ചെയ്യുന്നത്, എപ്പോഴാണ് നമ്മൾ ഹോട്ടലിൽ ലീവ് ചെയ്യുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് റൂംസ് യു ലൈക്ക് ആൻഡ് ആസ്ക് ഹൗ മച്ച് ദേ വിൽ കോസ്റ്റ്. എന്ത് തരത്തിലുള്ള റൂമാണ് നമുക്കിവിടെ ആവശ്യം. ഇൻഫർമേഷൻ പറഞ്ഞിരുന്നു, സ്പെൻഡ് എ വീക്കെൻഡ് അറ്റ് എ ഹോട്ടൽ വിത്ത് യുവർ ഫാമിലി. സോ മേ ബി ചിൽഡ്രൻ കാണും, വൈഫ് കാണും, അല്ലെങ്കിൽ ഈ കോൾ ചെയ്ത റിസർവേഷൻ ബുക്ക് ചെയ്ത ആൾ കാണും. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് റൂംസ് യു വുഡ് ലൈക്ക് ആൻഡ് ആസ്ക് ഹൗ മച്ച് ദേ വിൽ കോസ്റ്റ്. നമുക്കറിയാം, ഒരു കാര്യം ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും എല്ലാം ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് അന്വേഷിക്കും. ആൻഡ് ഫൈനൽ പ്രോംപ്റ്റ് ഈസ് യു ആർ ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് ആക്ടിവിറ്റീസ് ആൻഡ് പ്ലേസസ് ഓഫ് ഇൻട്രസ്റ്റ് നിയർ ദ ഹോട്ടൽ. ആ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ എന്താണ് എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഇനി ഹോട്ടൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിനടുത്ത് തന്നെ നിയറസ്റ്റ് ഏരിയാസിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസോ ആക്ടിവിറ്റീസോ ഉണ്ടോ എന്നുകൂടി അവരെടുത്ത് ചോദിക്കുക. സോ താഴെ കൊടുത്തിട്ടുണ്ട്, റൈറ്റ് അറ്റ്ലീസ്റ്റ് 150 വേർഡ്സ്. 150 വേർഡ്സിൽ താഴെ വരാനും പറ്റില്ല. 282 അല്ലെങ്കിൽ 290, 180, 190 ആ ഒരു ലെവലിലൊക്കെ നിൽക്കുക. സോ യു ഡു നോട്ട് നീഡ് ടു റൈറ്റ് എനി അഡ്രസ്. നമുക്കറിയാം, നമ്മൾ അങ്ങനെ പേഴ്സണൽ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും IELTS റൈറ്റിംഗ് ടാസ്ക് 1 ലെറ്റർ ഫോർ ജനറൽ എക്സാമിനേഴ്സ് അതിന് നമ്മൾ എഴുതാറില്ല. ദെൻ ബിഗിൻ യുവർ ലെറ്റർ ആസ് ഫോളോസ്, ഡിയർ വെച്ച് തന്നെ കൊടുക്കുക. സോ വി ക്യാൻ റൈറ്റ് ഡിയർ വിത്ത് മിസ്റ്റർ ഓർ മിസ്സസ് സെക്കൻഡ് നെയിം. സോ ഒരു ഇൻഫർമേഷന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് കിട്ടാനുണ്ട്. നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ എന്താണ്, വാട്ട് ടൈപ്പ് ഓഫ് റൂംസ്, നമുക്ക് ഏത് തരത്തിലുള്ള റൂമാണ് വേണ്ടതെന്ന് അവരോട് പറയണം. ആ റൂമിന് എത്ര രൂപയാവും എന്ന് അവരോട് ചോദിക്കണം. ആൻഡ് യു ആർ ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് ദ ആക്ടിവിറ്റീസ് ആൻഡ് പ്ലേസസ് ഇൻട്രസ്റ്റഡ് ഇൻ നിയർ ദ ഹോട്ടൽ. ആ ഹോട്ടലിന് അടുത്ത് തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടി അവരോട് ചോദിക്കണം. സോ അതൊരു റിക്വസ്റ്റ് തന്നെയാണ്, ഒരു സെമി ഫോർമൽ ലെറ്ററിൽ റിക്വസ്റ്റ് ചെയ്യണം നമ്മൾ അവരോട്. സോ യൂസ്ഫുൾ ലാംഗ്വേജ് ഫോർ റിക്വസ്റ്റിംഗ് ഇൻഫർമേഷൻ. സോ ടു ബിഗിൻ ലെറ്റർ എഴുതുമ്പോൾ I am writing to ask if you would be so generous as to. ഇങ്ങനെ തുടങ്ങുന്നത് ഒരു ജനറൽ റൈറ്റിംഗ് ടാസ്ക് 1 ലെറ്ററിന് ഏറ്റവും ആപ്റ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഐ ആം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് യുവർ കൈൻഡ് പെർമിഷൻ ഫോർ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പെർമിഷൻ ചോദിക്കുകയാണ്. അതായത് ഐ ആം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് യുവർ കൈൻഡ് പെർമിഷൻ ഫോർ. അതും അല്ലെങ്കിൽ ഐ വണ്ടർ ഇഫ് ഐ മൈറ്റ് ആസ്ക് യു ഫോർ യുവർ വാല്യുബിൾ അഡ്വൈസ് കൺസേണിങ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇതെന്താണ്, ടു ബിഗിൻ ലെറ്റർ ബിഗിൻ ചെയ്യുന്നു. ഫ്രേസസ് ടു മേക്ക് റിക്വസ്റ്റ് മേക്ക് ചെയ്യാനുള്ള ഫ്രേസസ് ആണ്. കുഡ് യു ഓൾസോ പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ്, നമ്മൾ ഓൾറെഡി ഒരു റിക്വസ്റ്റ് ചോദിച്ചു, അതിൻ്റെ കൂടെ നമ്മൾ വേറൊരു കാര്യം കൂടി ചോദിക്കുക. അതായത് അവൈലബിൾ ആയിട്ടുള്ള റൂംസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു, ഇനി അതിൻ്റെ കോസ്റ്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കും. അതായത് അതിനോട് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നതാണ് ഫ്രേസസ് ടു മേക്ക് റിക്വസ്റ്റ്. ദാറ്റ് ഈസ് കുഡ് യു ഓൾസോ പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ്, അതും അല്ലെങ്കിൽ ഐ വുഡ് ഓൾസോ ലൈക്ക് ടു നോ, എനിക്ക് അതുകൂടി അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. ആൻഡ് ഓൾസോ ഇൻ അഡീഷൻ കുഡ് യു ടെൽ മീ, അതുകൂടാതെ ഇതും കൂടി പറയുമോ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട്. അതായത് കുഡ് യു ഓൾസോ പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ്, ഐ വുഡ് ഓൾസോ ലൈക്ക് ടു നോ, ഇൻ അഡീഷൻ കുഡ് യു ടെൽ മീ. സോ ഫൈനലി ടു എൻഡ് ദ ലെറ്റർ. എങ്ങനെയാണ് ലെറ്റർ ഒരു ഇൻഫർമേഷൻ റിക്വസ്റ്റിനുമ്പം നമ്മൾ എൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഐ ഹോപ്പ് ദാറ്റ് മൈ റിക്വസ്റ്റ് വിൽ നോട്ട് ഇൻകൺവീനിയൻസ് യു ടു മച്ച്. I appreciate your time and attention to this matter. So this is the difference between general letter writing. So എന്ത് വളരെ പൊളൈറ്റായിട്ട് അത് ഫോളോ ചെയ്യേണ്ട അതേ ഫോർമാറ്റ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എൻഡ് ചെയ്യാം ഒന്നുകൂടി നോക്കാം. ഐ ഹോപ്പ് ദാറ്റ് മൈ റിക്വസ്റ്റ് വിൽ നോട്ട് ഇൻകൺവീനിയൻസ് യു ടു മച്ച്. ഐ അപ്രീഷിയേറ്റ് യുവർ ടൈം ആൻഡ് അറ്റൻഷൻ ടു ദിസ് മാറ്റർ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ. ആൻഡ് അല്ലെങ്കിൽ താങ്ക് യു ഇൻ അഡ്വാൻസ് ഫോർ യുവർ കൈൻഡ് കോർപ്പറേഷൻ. താങ്കളുടെ സഹകരണത്തിന് ഒരുപാട് നന്ദി. സോ ഇത് വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു ലെറ്റർ ബിഗിൻ ചെയ്യാനും അതുപോലെ തന്നെ ഫ്രേസസ് ടു മേക്ക് റിക്വസ്റ്റ് കുറച്ചുകൂടെ ആഡ് ചെയ്യാനും എൻഡ് ചെയ്യാനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ ടിപ്സ്
എല്ലാവർക്കും വേണ്ടത് ടിപ്സ് ആണല്ലോ. റൈറ്റിങ്ങിനാണെങ്കിലും റീഡിങ്ങിനാണെങ്കിലും ലിസണിങ്ങിനാണെങ്കിലും സ്പീക്കിങ്ങിനാണെങ്കിലും എക്സാമിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് സാറേ എന്തെങ്കിലും തരത്തിലുള്ള ടിപ്സ് പ്രൊവൈഡ് ചെയ്യാമോ. സോ ബിഫോർ യു സ്റ്റാർട്ട് റൈറ്റിംഗ് മേക്ക് ഷുവർ യു ആർ വെരി ക്ലിയർ അബൌട്ട് ദ ടൈപ്പ് ഓഫ് ലെറ്റർ യു നീഡ് ടു റൈറ്റ്. ഞാനത് നേരത്തെയും പറഞ്ഞു, ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു ഐഡൻറ്റിഫൈ വിച്ച് കൈൻഡ് ഓഫ് ലെറ്റർ ദേ ആർ ആസ്കിങ് ഇൻ ദ ക്വസ്റ്റ്യൻ. ഏത് തരത്തിലുള്ള ചോദ്യമാണ് നമ്മളോട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഐഡൻറ്റിഫൈ ദ പർപ്പസ് ഓഫ് ലെറ്റർ. ആ ലെറ്ററിൻ്റെ പർപ്പസ് എന്താണ്? അതൊരു റിക്വസിഷൻ ഇൻഫർമേഷൻ ആണോ, അല്ലെങ്കിൽ അതൊരു താങ്കിങ് ആണോ, അല്ലെങ്കിൽ അതൊരു കംപ്ലയിൻറ്റ് ലെറ്റർ ആണോ. സോ ബെസ്റ്റ് ടിപ്പ് ഈസ് ബിഫോർ യു സ്റ്റാർട്ട് റൈറ്റിംഗ് മേക്ക് ഷുവർ യു ആർ വെരി ക്ലിയർ അബൌട്ട് ദ ടൈപ്പ് ഓഫ് ലെറ്റർ യു നീഡ് ടു റൈറ്റ്. എന്ത് തരത്തിലുള്ള ലെറ്ററാണ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് പർപ്പസ് ഓഫ് ദ ലെറ്ററും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. When you request information, it is better to be over polite than not polite enough. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു പല രീതികളും കണ്ടു. സ്റ്റാർട്ട് ചെയ്യുന്നതും ഫ്രേസ് ആഡ് ചെയ്യുന്നതും അതിന് എൻഡ് ചെയ്യുന്നതും വളരെ പൊളൈറ്റായിട്ട്, അതായത് ഒത്തിരി പൊളൈറ്റ്നെസ് അല്ല, അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള. ലൈക്ക് വെൻ യു റിക്വസ്റ്റ് ഇൻഫർമേഷൻ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ഓവർ പൊളൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക ദാൻ നോട്ട് പൊളൈറ്റ് ഇനഫ്. ഒട്ടും പൊളൈറ്റ് അല്ലാതെ ഇൻഫോർമൽ ആക്കാതിരിക്കുക. ഓക്കെ, ഫോർമലും സെമി ഫോർമൽ ലെറ്റേഴ്സിലും ഇൻഫോർമൽ ടൈപ്പ് ഓഫ് കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ അങ്ങനത്തെ വേർഡ്സ്, ലോക്കൽ അബ്രിവിയേഷൻസ്, ലോക്കൽ സ്ലാങ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷോർട്ട് ഫോംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, അതിനൊരു എക്സ്പ്ലനേഷൻ ലെറ്റർ, അതിനൊരു ആൻസർ ലെറ്റർ നമുക്ക് നോക്കാം. ഓക്കെ, ഡിയർ സർ ഓർ മാഡം, ഐ എം റൈറ്റിംഗ് ടു ആസ്ക് if you would be so kind to give me some details about your hotel's accommodation. സോ ഞാൻ പറഞ്ഞു ഇതൊരു സെമി ഫോമലാണ്. സോ നമുക്ക് ആരാണ് പേഴ്സൺ എന്ന് നമുക്കറിയില്ല. ലൈക്ക് മേ ബി നമ്മൾ വിളിച്ച് സംസാരിച്ച പ്രീ ബുക്ക് ചെയ്ത ഹോട്ടലിലെ മാനേജർ ആയിരിക്കാം. ആ ഒരു ചെറിയ പരിചയം മാത്രമേ ഉള്ളൂ. സോ സെമി ഫോമലാണ്. സോ അവർ പറയാണ് ആദ്യം തന്നെ പർപ്പസ് ഓഫ് ദ ലെറ്റർ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി ഒന്ന് നോക്കിയേ. ഐ എം റൈറ്റിംഗ് ടു ആസ്ക് ഇഫ് യു വുഡ് ബി സോ കൈൻഡ് ആസ് ടു ഗിവ് മീ സം ഡീറ്റെയിൽസ് അബൌട്ട് your hotel's accommodations, and I would like to book accommodation for my family and I from the 11th of March until the 15th. So നമ്മുടെ ഫസ്റ്റ് പ്രോംപ്റ്റ് എന്തായിരുന്നെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എപ്പോഴാണ് അറൈവ് ചെയ്യുന്നത്, എപ്പോഴാണ് ഹോട്ടലിൽ ലീവ് ചെയ്യുന്നത്. സോ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, അതായത് പർപ്പസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പ്രോംപ്റ്റിലേക്ക് നേരെ പോകുന്നു. സോ വി ഡോണ്ട് നീഡ് ടു ആസ്ക് ഹൗ യു, അങ്ങനെ ഒട്ടും ഇൻഫോർമൽ ആക്കേണ്ട ആവശ്യമില്ല. അത് നേരെ നമ്മൾ പർപ്പസ് പറഞ്ഞതിന് ശേഷം നമ്മുടെ പ്രോംപ്റ്റ് 1, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബുള്ളറ്റ് പോയിന്റ് 1-ൽ, അതായത് എപ്പോഴാണ് നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടത്, എപ്പോഴാണ് അറൈവ് ചെയ്യുന്നത്, എപ്പോഴാണ് നിങ്ങൾ ഹോട്ടലിൽ ലീവ് ചെയ്യുന്നത് എന്ന് നമുക്ക് അവരോട് ഇൻഫോം ചെയ്യണം. സോ അവർ പറയുന്ന രീതി കണ്ടോ, അതിൽ ആവശ്യത്തിനുള്ള പൊളൈറ്റ്നെസ്സും കൈൻഡ്നെസ്സും ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് ഐ വുഡ് ലൈക്ക് ടു ബുക്ക് അക്കോമഡേഷൻ ഫോർ മൈ ഫാമിലി and I from the 11th of March until the 15th. On the 11th I would like to arrive late in the afternoon, and on the 15th if possible I would like to have a late check out at about 4 p.m. So it's clear that അവർ എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്, എപ്പോഴാണ് ചെക്ക് ഔട്ട് ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായി, ദാറ്റ് ഈസ് പ്രോംപ്റ്റ് 1 അവർ വളരെ വ്യക്തമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വിതിൻ ദ ഇൻട്രൊഡക്ഷൻ. സോ സെക്കൻഡ് വൺ, as we are 2 adults and a child, I would like to book a 1-bedroom suite if possible. I would also prefer a non-smoking room as my daughter has allergies. So അതിലൊരു സ്പെഷ്യൽ കൺസേണും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളറിയാം എന്ത് തരത്തിലുള്ള റൂമാണ് വേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ വില എന്ന് ചോദിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ സെക്കൻഡ് പ്രോംപ്റ്റ്. അതായത് നമ്മുടെ ലെറ്ററിൻ്റെ സെക്കൻഡ് ബുള്ളറ്റ് പോയിന്റ് ആയിരുന്നു എന്ത് തരത്തിലുള്ള റൂമാണ് വേണ്ടത്, വാട്ട് കൈൻഡ് ഓഫ് അക്കോമഡേഷൻ യു നീഡ് ആൻഡ് വാട്ട് ഈസ് ദ കോസ്റ്റ് ഫോർ ദാറ്റ്. സോ അവർ പറയുകയാണ് വി ആർ 2 adults and a child, ഞങ്ങൾ 2 അഡൾട്ടും ഒരു ചൈൽഡും ഉണ്ട്. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ 1-bedroom suite ഇഫ് പോസിബിൾ. ഐ വുഡ് ഓൾസോ പ്രിഫർ എ നോൺ സ്മോക്കിംഗ് റൂം മതി. എന്തിനാണ്? ആസ് മൈ ഡോട്ടർ ഹാസ് അലർജീസ്. അതിനകത്തൊരു സ്പെഷ്യൽ കൺസേൺ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ നമ്മുടെ ബുള്ളറ്റ് പോയിൻറ്റ്സിന് അനുയോജ്യമായിട്ടുള്ള പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു നല്ല വേർഷൻ ഓഫ് ആ ഒരു പ്രോംപ്റ്റിനനുസരിച്ചുള്ള ലോജിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. ദാറ്റ് ഈസ് ഇഫ് പോസിബിൾ, സാധിക്കുമെങ്കിൽ ഐ വുഡ് ഓൾസോ പ്രിഫർ എ നോൺ സ്മോക്കിംഗ് റൂം ആസ് മൈ ഡോട്ടർ ഹാസ് അലർജീസ്. പ്ലീസ്, ആ വേർഡ് യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ? പ്ലീസ്
please let me know how much it would be for the entire length of our stay, and also whether the price includes anything extra like breakfast പോലെയുള്ള കാര്യത്തിന് എക്സ്ട്രാ എന്തെങ്കിലും ക്യാഷ് തരണോ. സോ പ്ലീസ് എന്നുള്ള പദം അവർ യൂസ് ചെയ്യുന്നുണ്ടോ. മേ ബി ഇറ്റ്സ് എ ഹോട്ടൽ എംപ്ലോയീസ്, എന്നാലും വളരെ പൊളൈറ്റ് ആയിട്ട് തന്നെ. ദാറ്റ് ഇസ് എ തിങ് ഇൻ സെമി ഫോർമൽ. നമ്മളെല്ലാവരും സെമി ഫോർമൽ അല്ലേ, ഫോർമൽ അല്ലല്ലോ എന്ന് വിചാരിക്കും. സോ ഇത് നോക്കിയേ പ്ലീസ്, അതായത് ഓവർ പൊളൈറ്റ്നെസ്, അതായത് ഒട്ടും പൊളൈറ്റ്നെസ് ഇല്ലാതെ ഇരിക്കുന്നില്ല, എന്നാൽ ഓവർ പൊളൈറ്റ്നെസ് ഒരു നോർമൽ രീതിയിൽ പ്ലീസ് ലെറ്റ് മി നോ ഹൗ മച്ച് ഇറ്റ് വുഡ് ബി ഫോർ ദ എൻറ്റയർ ലെങ്ത് ഓഫ് സ്റ്റേ. ഇത്രയും ദിവസം നമ്മൾ താമസിക്കുന്നതിന് എത്ര രൂപയാകും. ആൻഡ് ഓൾസോ വെദർ ദ പ്രൈസ് ഇൻക്ലൂഡ്സ് എനിത്തിങ് എക്സ്ട്രാ ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണോ, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും കൂടെ കൂട്ടിയാണോ ആ ഒരു പണം, ആ ഒരു അത്രയും എമൗണ്ട് എന്ന് ചോദിക്കുന്നു. ഫൈനലി വെൻ ഇറ്റ് കംസ് ടു ദ ഫൈനൽ പാർട്ട്, സോ ലെറ്ററിൽ എഴുതിയിരിക്കുകയാണ്, I would also appreciate any information you can offer about places for sightseeing and leisure activities as we will be spending a few days in the town nearby. ഞങ്ങൾ ആ ടൗണിലുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ I would also appreciate, എനിക്ക് അപ്രീഷിയേറ്റബിൾ ആണ് നിങ്ങൾ എന്ത് പറഞ്ഞാൽ, യു ക്യാൻ ഓഫർ അബൌട്ട് പ്ലേസസ് ഫോർ സൈറ്റ് സീയിങ്, എന്തെങ്കിലും നല്ല കാഴ്ചകൾ സൈറ്റ് സീയിങ്ങിനോ അല്ലെങ്കിൽ ലേഷ്യർ ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലം കൂടി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ. നമ്മൾ നോർമൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ. ആൻഡ് താങ്ക് യു ഇൻ അഡ്വാൻസ് ഫോർ യുവർ കൈൻഡ് കോർപ്പറേഷൻ. അവർ പോയിട്ടില്ല, എന്നാലും അഡ്വാൻസ് അതാണ് ഞാൻ പറഞ്ഞ ഓവർ പൊളൈറ്റ്നെസ്സും ഇല്ല, എന്നാൽ ആവശ്യത്തിനുള്ള പൊളൈറ്റ്നെസ്സും ഉണ്ട്. താങ്ക് യു ഇൻ അഡ്വാൻസ് ഫോർ യുവർ കൈൻഡ് കോർപ്പറേഷൻ. യുവേഴ്സ് സിൻസിയർലി മൈക്ക് വെരി. ഓക്കെ, എഴുതിയേക്കുന്നുണ്ടോ. സോ ഡിയർ സാർ ഓർ മാഡം താഴെ യുവേഴ്സ് സിൻസിയർലി, ഓർ സെമി ഫോർമലിൽ ഡിയർ വിത്ത് മിസ്റ്റർ ഓർ മിസ്സസ് വിത്ത് സെക്കൻഡ് നെയിമും ഓക്കെ ആണ്, അതും സ്യൂട്ട് ആവുന്നതാണ്. ഡിയർ സാർ ഓർ മാഡം താഴെ വരുമ്പം യുവേഴ്സ് സിൻസിയർലി ദ നെയിം. ഓക്കെ, താങ്ക് യു.